Hello friends, welcome to SAT, Sunday Institution Center Madathumadi and Puthumbellikara, free education to all. Please subscribe to our YouTube channel for new updated videos and also visit sundayinstitution.blogspot.in. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 1 എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി പാർട്ട് 2. ഓക്കെ, കഴിഞ്ഞ പാർട്ട് കാണാത്തവരെ പാർട്ട് 1 കണ്ടതിന് ശേഷം ഈ പാർട്ട് കാണുക. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ വൈദ്യുത വിശ്ലേഷണം ഇലക്ട്രോളിസിസ് ആണ് പറഞ്ഞത് അല്ലേ? ഇപ്പോൾ ഇലക്ട്രോളിസിസ് കൊണ്ടുള്ള അല്ലെങ്കിൽ വൈദ്യുതിയുടെ രാസഫലം ആണ് ഇലക്ട്രോളിസിസ് കൊണ്ടുള്ള നമുക്ക് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ലോഹങ്ങളെ നമുക്ക് വേർതിരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ അലുമിനിയം ഉണ്ടാക്കുന്നത് ഈ പറയുന്ന ഇലക്ട്രോളിസിസ് ചെയ്തിട്ടാണ്. പിന്നെന്താണ്, ലോഹം ശുചീകരിക്കാം. അതുപോലെ എന്താണ്, വൈദ്യുത ലേപനം, ഇലക്ട്രോപ്ലേറ്റിംഗ്, ആനോഡൈസിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എന്താണ് വൈദ്യുതിയുടെ രാസഫലം ഉപയോഗിക്കാം. ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് അയോണിക് കണ്ടക്ഷൻ എന്താണെന്നുള്ളതാണ്, പിന്നെ ഇലക്ട്രോപ്ലേറ്റിംഗ്. ഓക്കെ, അതാണ് ഇന്ന് പഠിക്കുന്നത്. അയോണിക് കണ്ടക്ഷൻ അഥവാ അയോണിക ചാലനം, അയോണിക് കണ്ടക്ഷൻ. ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ വൈദ്യുതി കടത്തിവിട്ടപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു CuSO4 വൈദ്യുതി കടത്തിവിട്ടപ്പോൾ രണ്ടായിട്ട് വിഭജിച്ചു. എന്താണത്? Cu2+ഉം SO4 എന്താണ്? 2- കണ്ടോ? അങ്ങനെ Cu2+ ലൈനിൽ നിന്നും എന്താണ് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോയി 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചു. SO4 2- ലൈനിൽ നിന്നും ഇവിടെ വന്നിട്ട് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ, ഇങ്ങനെ ബാറ്ററി കണക്ട് ചെയ്ത് ഇപ്പോൾ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് എന്താണ് പോസിറ്റീവായ Cu2+ അയോണുകൾ വന്നു, ഇലക്ട്രോണിനെ സ്വീകരിച്ചു. അതിൻ്റെ അർത്ഥം എന്താ? ഇലക്ട്രോൺ ഇതിലൂടെ വന്ന് ഇങ്ങനെ എത്തി. ഓക്കെ, ക്ലിയർ? SO4 2- ഇലക്ട്രോൺ ഇവിടെ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ഇലക്ട്രോൺ തിരിച്ചിപ്പുറത്തെത്തിയില്ലേ? ക്ലിയർ? അപ്പോൾ നമ്മളിവിടെ ഒരു ബൾബ് വെക്കുകയാണെങ്കിൽ ആ ബൾബ് കത്തും കിടന്നു, കണ്ടോ? അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോൺസ് ഇതിലൂടെ ഇങ്ങനെ വന്ന് ഇവിടെ എത്തി. പിന്നെ തിരിച്ച് ഇലക്ട്രോണിന് ഇപ്പുറത്തേക്ക് പോകണ്ടേ? ഇപ്പുറത്തേക്ക് ഇലക്ട്രോൺ പോകുന്നില്ല, മറിച്ച് SO4 2- എന്താ ചെയ്യാണ്? അയാൾ പതുക്കെ ഇവിടെ വന്ന് ഈ അറ്റത്ത് വന്നിട്ട് തൻ്റെ കയ്യിലുള്ള 2 ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ആയില്ലേ? ആ ഇലക്ട്രോൺ പുറത്തേക്ക് ഇറങ്ങിപ്പോരും, കണ്ടോ? അപ്പോൾ അതായത് ഇലക്ട്രോൺ ഈ അറ്റത്ത് നിന്നും ഇതിലൂടെ ഇപ്പുറത്തെത്തി, കണ്ടോ? ഇലക്ട്രോണിനെ ഈ ലൈനിലൂടെ കൊണ്ടുപോയത് ആരാണ്? SO4 2- ആണ്. അതിന് കാരണം എന്താണ്? Cu2+ SO4 2- വിട്ട് ഇവിടെ ചെന്ന ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ ലൈനിലൂടെ ഇലക്ട്രോണിനെ കടത്തിക്കൊണ്ടു പോകുന്നത് ആരാണ്? ലൈനിക്കകത്തുള്ള അയോണുകളാണ്. മനസ്സിലായോ? ക്ലിയർ? അപ്പോൾ അയോണുകളായതുകൊണ്ട് അയോണുകൾ വഴിയുള്ള ഇത്തരം ചലനത്തെ നമ്മൾ എന്ത് വിളിക്കും? അയോണിക് കണ്ടക്ഷൻ. മനസ്സിലായോ? സാധാരണ നമ്മളിപ്പോൾ ഇതൊരു ചെമ്പിൻ്റെ ഒരു കമ്പി അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഒരു കമ്പിയൊക്കെ എടുത്ത് അതിനകത്ത് ഇലക്ട്രോണുകൾ, ഫ്രീ ഇലക്ട്രോൺ, സ്വതന്ത്ര ഇലക്ട്രോണുകൾ വഴിയാണ് വൈദ്യുതിയെ കടത്തിക്കൊണ്ടുപോകണം. പക്ഷെ ഒരു ലായനി നമ്മളെടുത്താൽ, ലായനി CuSO4 അല്ലെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റോ സിങ്ക് സൾഫേറ്റോ അല്ലെങ്കിൽ ക്രോമിക് ആസിഡോ അല്ലെങ്കിൽ സോഡിയം സയനൈഡിൻ്റെയും ഗോൾഡ് സയനൈഡ് എന്ത് മിശ്രിതമായാലും അതിനകത്ത് ലായനിയിലൂടെ വൈദ്യുതിയെ കൊണ്ടുപോകുന്നത് ആരാണ്? അയോണുകളാണ്. മനസ്സിലായോ? അങ്ങനെ അയോണുകൾ വഴി വൈദ്യുതിയെ കടത്തിക്കൊണ്ടുപോയാൽ അത്തരം ചാലകത്തെ, അത്തരം കണ്ടക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയോണിക് കണ്ടക്ഷൻ. ക്ലിയർ? മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്താണെന്ന് നോക്കാം. ഇലക്ട്രോപ്ലേറ്റിംഗ് ഈ വൈദ്യുത വിശ്ലേഷണം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലോഹം മറ്റൊരു ലോഹത്തുമേ പൂശുന്നതിനാണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടു എന്താണ്, നമ്മൾ CuSO4 എന്ന് പറഞ്ഞ സൊല്യൂഷൻ. ഓക്കെ, അതിനകത്തേക്ക് നമ്മൾ Cu മുക്കി വെച്ചു, പിന്നെ ഇത് മുക്കി വെച്ചു, കാർബൺ മുക്കി വെച്ചു. ക്ലിയർ? എന്നിട്ട് നമ്മൾ എന്താണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്നും Cu ഇങ്ങനെ ലൈനിലേക്ക് വരികയും ലൈനിൽ നിന്ന് Cu ഇവിടെ ഒന്ന് മൂടുകയും ചെയ്തു, കണ്ടോ? നമ്മൾ ഈ കാർബണിന് പകരം നമ്മുടെ എന്താണ് നമ്മുടെ കയ്യിലുള്ള ഒരു സ്പൂണാണ് ഇവിടെ തൂക്കിയിട്ടെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ആ സ്പൂൺ മൂന്ന് മൂടും. ഓക്കെ, ഇപ്പം ഇതിന് നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് എന്തും വേണം പൂശേണ്ട ആളെ നമ്മൾ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് കണക്ട് ചെയ്യണം. ഇപ്പം എനിക്ക് സ്പൂൺ അല്ലെങ്കിൽ ഒരു വള, മനസ്സിലായോ, അല്ലെങ്കിൽ ഒരു മാല, ഇതൊക്കെ എവിടെ ഇടണം? നെഗറ്റീവ്, ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആളെ കൊണ്ടുവന്ന് ഇടണം. അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. മനസ്സിലായോ? എന്താണോ പൂശേണ്ട ആളെ എവിടെ കണക്ട് ചെയ്യണം? പോസിറ്റീവിൽ കണക്ട് ചെയ്യണം. ഇവിടെ കോപ്പറാണ് പൂശേണ്ടെങ്കിൽ കോപ്പർ, സ്വർണ്ണമാണെങ്കിൽ സ്വർണ്ണം, സിൽവർ ആണെങ്കിൽ സിൽവർ. ഓക്കെ, ഇനി പൂശേണ്ട ആളിൻ്റെ അയാളുള്ള ഒരു ലൈനി ആയിരിക്കണം നിങ്ങൾ ഇവിടെ എടുക്കേണ്ടത്. ഇവിടെ എടുക്കുന്ന ലായനിക്ക് നമ്മളൊരു പേരുണ്ട്, അതിൻ്റെ പേരാണ് ഇലക്ട്രോലൈറ്റ്. എന്താണ്? ഇലക്ട്രോലൈറ്റ്.
ജനറൽ ആയിട്ട് നമ്മൾ അങ്ങനെ പറയും. ഈ മുക്കി വയ്ക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഡ്. എന്താണ്? ഇലക്ട്രോഡ്. ക്ലിയർ? അതിനകത്ത് നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുന്ന ഇലക്ട്രോഡ് എന്താണ്? നെഗറ്റീവ് ഇലക്ട്രോഡ്. പോസിറ്റീവുമായി കണക്ട് ചെയ്യുന്നതോ? പോസിറ്റീവ് ഇലക്ട്രോഡ്. ക്ലിയർ? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഒരു ക്രോമിയം ഇരുമ്പാണിയും പൂശണം. ഇതൊരു ഇരുമ്പാണിയാണ്. ഇതുമ്പോൾ നമുക്ക് ക്രോമിയം പൂശണം. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ തിയറി അനുസരിച്ച് നമ്മളൊരു ബീക്കർ എടുക്കുന്നു. ഓക്കെ. എന്നിട്ട് നമുക്ക് ബാറ്ററി പോസിറ്റീവ്, നെഗറ്റീവ്. നെഗറ്റീവുമായിട്ടാണ് ആരെ കണക്ട് ചെയ്യേണ്ടത്? നമ്മുടെ ആണി. കണ്ടോ? ഇതാണ് ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ക്ലിയർ? എന്താണ് പൂശേണ്ടത്? ക്രോമിയം. അപ്പോൾ നമ്മൾ പോസിറ്റീവുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രോമിയത്തിൻ്റെ ഒരു ഇതുണ്ട്. ക്രോമിയം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി എൻ്റെ ഇലക്ട്രോഡ് വേണം അല്ലേ? ഇലക്ട്രോഡിലല്ലേ മുക്കി വെക്കേണ്ടത്? ഇലക്ട്രോഡ് നമ്മൾ കാണാപ്പാഠം പഠിക്കണം. ക്രോമിയം ഉൾപ്പെടുന്ന ഒരു ഇലക്ട്രോഡ് ആയിരിക്കണം. അത് ക്രോമിക് ആസിഡാണ്. എന്താണ്? ക്രോമിക് ആസിഡ്. ക്ലിയർ? അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സ്വിച്ച് കണക്ട് ചെയ്യാൻ വേണം. ഇവിടെ സ്വിച്ച് കണക്ട് ചെയ്യാം, ഇവിടെ കറണ്ടിൻ്റെ അളവ് പറയാൻ മീറ്റർ കണക്ട് ചെയ്യാം. അതൊക്കെ ഉണ്ട്. ജനറലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആണിമയാണ് പൂശേണ്ടെങ്കിൽ ആണി എവിടെ ഇടണം? ബാറ്ററിയുടെ നെഗറ്റീവിൽ. എന്താണോ പൂശേണ്ടത് അത് എവിടെ ഇടണം? ബാറ്ററിയുടെ പോസിറ്റീവിൽ. എന്താണോ നമ്മൾ പൂശുന്നത് അതിൻ്റെ ഒരു ലൈനി നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഇടണം. ക്ലിയർ? അപ്പോൾ ഈ ലൈനിൽ നിന്ന് ക്രോമിയം ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ നിന്ന് ക്രോമിയം ലൈനിലേക്ക് വരും. കണ്ടോ? നമ്മൾ നേരത്തെ കോപ്പറിൻ്റെ പഠിച്ച പോലെ തന്നെ. ഇനി ഇതിനകത്ത് ചെറിയ വേരിയേഷൻസ് ആണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ ക്രോമിയം പൂശേണ്ടത് പഠിച്ചു. ഇനി നമുക്ക് ചില വേരിയേഷൻസ് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു ഇരുമ്പ് കപ്പ് വെള്ളി കൊണ്ട് പൂശണം. ഇരുമ്പ് കപ്പ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ ഭാഗത്ത് എന്ത് ഇടണം? ഇരുമ്പ് കപ്പ് ഇടണം. മനസ്സിലായോ? ഒരു കപ്പ് അതാ ഇരുമ്പിൻ്റെ. ഓക്കെ. നമുക്കിനി ഒരു ഇരുമ്പ് കപ്പ് വെള്ളി കൊണ്ട് പൂശണമെങ്കിൽ നോക്കാം. ഇരുമ്പ് കപ്പ് എന്താണ്? നമുക്ക് എന്തുകൊണ്ട് പൂശണം? വെള്ളി എന്താണ്? സിൽവർ, Ag. അപ്പോൾ നമ്മൾ ഒരു ബീക്കർ വരയ്ക്കുന്നു. ഓക്കെ. അതിനകത്തേക്ക് നമ്മൾ എന്തെടുക്കുന്നു? നമ്മുടെ പോസിറ്റീവ്, നെഗറ്റീവിലേക്കാണ് നമ്മൾ കപ്പ് തൂക്കിയിടേണ്ടത്. നമ്മുടെ കപ്പട്ടാ. കപ്പ് അതെന്താണ്? ഇരുമ്പിൻ്റെയാണ്. ക്ലിയർ? അതെന്തും ആയിക്കോട്ടെ, നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. കപ്പ് അവിടെ തൂക്കിയിട്ടു. പോസിറ്റീവ് നമ്മൾ പൂശേണ്ട ആൾ അതാരാണ്? സിൽവർ, Ag. ഇനി ഈ സിൽവർ ഉൾപ്പെടുന്ന ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്, നമ്മൾ പഠിക്കണം. അത് സിൽവർ നൈട്രേറ്റ് ലായനി. എന്താണ്? AgNO3. ഒന്നില്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് സോഡിയം സയനൈഡിൻ്റെയും സിൽവർ സയനൈഡിൻ്റെയും മിക്സ്ചർ. എന്താണ്? സോഡിയം സയനൈഡ് പ്ലസ് സിൽവർ സയനൈഡ്. സോഡിയം എന്താണ്? സയനൈഡ് പ്ലസ് മിക്സ്ചറാണ് കേട്ടോ. സിൽവർ സയനൈഡ്. ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ മിക്സ്ചർ എടുക്കുക, അല്ലെങ്കിൽ സിൽവർ നൈട്രേറ്റ് എടുക്കുക. ബാക്കിയെല്ലാം പഴയ പോലെ. ഓക്കെ. ഇനി അടുത്തത് പറയുന്നത് ഒരു അലുമിനിയം സ്പൂൺ സ്വർണം കൊണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുന്നു. എന്താണ്? സ്പൂൺ എവിടെ കണക്ട് ചെയ്യണം? ബാറ്ററിയുടെ നെഗറ്റീവ്, ചെറിയ വര. അലുമിനിയം സ്പൂൺ സ്വർണം കൊണ്ട് പൂശേണ്ടത്. അപ്പോൾ സ്വർണം എന്തായിട്ട് എടുക്കണം? ഗോൾഡ്, Au. ഇത്രേ ഉള്ളൂ. സ്പൂൺ ഇവിടെ ഇടാം നെഗറ്റീവിൽ, പോസിറ്റീവിൽ എന്തിടാം? സ്വർണം ഇടാം. ലായനി എന്തിൻ്റെയാണ്? ലായനി സോഡിയം സയനൈഡിൻ്റെയും പ്ലസ് പിന്നെന്താണ്? ഗോൾഡ് സയനൈഡിൻ്റെയും മിശ്രിതം. ക്ലിയർ? ഇനി നമുക്കൊരു സൈക്കിൾ ഹാൻഡിൽ ക്രോമിയം പൂശണം. വെരി സിമ്പിൾ. അപ്പോൾ നമ്മൾ എന്താണ്? നമ്മുടെ ബീക്കർ എടുത്തു. എന്താണ് പൂശേണ്ടത്? ക്രോമിയം, Cr. ഓക്കെ. അതെന്തുമായി കണക്ട് ചെയ്യണം? ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ട്. ലൈനി ക്രോമിക് ആസിഡ്. ഓക്കെ. ഇനി നിങ്ങൾക്ക് എഴുതാമല്ലോ, നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്താണ്? സൈക്കിളിൻ്റെ ഹാൻഡ്. ഉണ്ടോ? ഇതിങ്ങനെ വെള്ളത്തിൽ മുക്കി നിൽക്കണം കേട്ടോ, നമ്മുടെ ലൈനിൽ മുക്കി നിൽക്കണം. ഇത്രയുമാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് കൊണ്ട് സംഭവിക്കുന്നത്. അപ്പോൾ മൈക്കിൾ ഫാരഡെ പറഞ്ഞു, നമ്മളിപ്പോൾ കുറേ പൂശണം. സപ്പോസ് നമ്മുടെ ഇതിനകത്ത് ഞാനിപ്പോൾ എന്താണ് ഒരു ആണി എടുത്തു. അതിനെ ഞാൻ ഞാനൊരു ബീക്കറിൽ ആണി എടുത്തു.
ഇലക്ട്രോഡ്. ഓക്കെ, ഇതേത് ഇലക്ട്രോഡാണ്? ഞാൻ ക്രോമിയമാണ് പൂശ് ചെയ്യുന്നത്. ക്രോമിക് ആസിഡ് ക്രോമിക് ആസിഡ് എടുത്തു ലൈനിയായിട്ട്. ഓക്കെ, ഇത് എന്തുമായിട്ട് കണക്ട് ചെയ്യണം? ബാറ്ററിയുടെ ചെറിയ വര നെഗറ്റീവ്, വലിയ വര പോസിറ്റീവുമായിട്ട് ക്രോമിയം. അപ്പോൾ ഇങ്ങനെ കുറേ സമയം വെച്ചിട്ടിരുന്നത് ഇതിങ്ങനെ മൂടി ക്രോമിയം ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കും, കുറേ സമയം വെച്ചിട്ടിരുന്നത്. ഓക്കെ, ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ സമയം ടൈം കൂടുന്നതനുസരിച്ചും കുറേ കറണ്ട് അപ്പോൾ വരെയല്ലേ, ടൈം കൂടുന്തോറും കറണ്ട് കൂടുന്നതിനനുസരിച്ചും ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഈ ക്രോമിയത്തിൻ്റെ അളവ് എന്ത് ചെയ്യും? കൂടിക്കൂടി വരും. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് മൈക്കിൾ ഫാരഡെ ഒരു തിയറി പറഞ്ഞു. അതായത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ക്രോമിയത്തിൻ്റെ അളവ്, അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ, സ്വർണ്ണമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതിൻ്റെ അളവ് എന്ന് പറയുന്നത് എന്താണ്? എന്തിന് അനുപാതത്തിലാണ്? ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. മനസ്സിലായോ? കറണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചാർജാണ്. ചാർജിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യൂ എന്നാണ്, കൂളം. ഈ സൈൻ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഈക്വൽ ടു സൈൻ ഇടും. അപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് ഗുണിക്കണം, കെ ഇൻറ്റു ക്യൂ. ക്ലിയർ? ഇവിടെ സാധാരണ നമ്മൾ കെ ആണ് ഉപയോഗിക്കുമെങ്കിലും ഈ ഇക്വേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കെക്ക് പകരം ഇസഡ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, എം ഇസ് ഈക്വൽ ടു ഇസഡ് ക്യൂ. ക്ലിയർ? ഈ ഇസഡിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ, ഇസഡിൻ്റെ പേര് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ്. എന്താണ്? ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ്, ഇക്വാലന്റ്. മനസ്സിലായോ? അപ്പോൾ എന്താണ്? വെരി സിമ്പിളാണ്. അതായത് കുറേ നേരം നിങ്ങൾ വെച്ചുകൊണ്ടിരുന്ന കൂടുതൽ മാസിൻ്റെയും ഡെപ്പോസിറ്റ് ചെയ്യും. കുറേ നേരം നിങ്ങൾ മാല മുക്കാൻ വെച്ച് എന്ത് സംഭവിക്കും? കുറേ സ്വർണം വന്നതൊന്നും മൂടും. അപ്പോൾ കൂടുതൽ ചാർജ് ഉണ്ടെങ്കിൽ കൂടുതൽ മാസ്. കണ്ടോ? ഈ തിയറിനെ വിളിക്കുന്ന പേരാണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്. ഫാരഡേസ് ലോ ഓഫ് എന്താണ്? ഇലക്ട്രോളിസിസ്. അപ്പോൾ ഫാരഡേയുടെ വൈദ്യുത വിശ്ലേഷണ നിയമം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഒരു ഇലക്ട്രോഡിൽ നിക്ഷേപിക്കപ്പെടുന്ന മാസിൻ്റെ അളവെന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? അതിലൂടെ കടന്നു പോകുന്ന ചാർജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. കൂടുതൽ ചാർജ് ആണെങ്കിൽ കൂടുതൽ മാസ് ഡെപ്പോസിറ്റ് ചെയ്യും. മനസ്സിലായോ? ഇനി നമ്മൾ അറിയേണ്ട ഇതുകൊണ്ടുള്ള നേട്ടം എന്താണെന്ന്. നമ്മളിങ്ങനെ ഇലക്ട്രോഡ് നമ്മൾ എന്തിനാണ് മുക്കാഭരണങ്ങളൊക്കെ സ്വർണ്ണം പൂശുന്നത്? കാണാനുള്ള ഭംഗി വർദ്ധിക്കാൻ അല്ലേ? അപ്പോൾ ഒന്ന് അതിൻ്റെ എന്ത് ഭംഗി വർദ്ധിപ്പിക്കാൻ അല്ലേ? ഭംഗി. രണ്ട് എന്താണ്? അത് നശിച്ചു പോകാതിരിക്കാൻ, അതിൻ്റെ കൊറോഷൻ തടയാനായിട്ട്. മനസ്സിലായോ? നശിക്കാതിരിക്കാൻ. അങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് ഉപകാരങ്ങളാണ് നമുക്ക് ഇലക്ട്രോ പ്ലേറ്റിംഗ് കൊണ്ടുള്ളത്. ഒന്ന് അതിൻ്റെ ബ്യൂട്ടി, അതിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കും, പിന്നെ നശിക്കാതിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പാർട്ട് 3 കാണാം. ഓക്കെ. സോ ഇനി നമുക്ക് ഹീറ്റിംഗ് എഫക്റ്റ് ആണ് പഠിക്കേണ്ടത്. നമുക്ക് പാർട്ട് 3 കാണാം. താങ്ക് യു. പ്ലീസ് വിസിറ്റ് പാർട്ട് 3. താങ്ക് യു വൺസ് അഗൈൻ.